ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു യമ്മി ഐറ്റാണ്. ഇതൊരു വെജിറ്റബിൾ വെച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. വളരെ സോഫ്റ്റും വളരെ മോയിസ്റ്റും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ എന്ത് സോഫ്റ്റാണെന്നറിയോ, വളരെ സോഫ്റ്റാണ് കണ്ടോ. അപ്പോൾ ഞാൻ അതിനെടുത്തത് ഒരു ബീറ്റ്റൂട്ടാണ് കേട്ടോ, ഒറ്റ ബീറ്റ്റൂട്ട്. അപ്പോൾ അത് തോലെല്ലാം പോക്കി ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒരതണം. നമ്മൾ പച്ചക്കറിക്ക് ഒരതണം ഗ്രേറ്റർ ഉണ്ടാവില്ല, അതിൽ വെച്ച് ഇതുപോലെ ഒരതിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഒരതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് അളന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്, ഒരളവ് കിട്ടണ്ടേ. അപ്പോൾ ഒരു കപ്പ് കേട്ടോ, ഇത് 250 ml കപ്പാണ്. അപ്പോൾ അതിലൊരു ഏകദേശം 1.5 കപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇതാ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കാരമൽ ചെയ്യാനാണ്. ഇളക്കൊന്നും വേണ്ട, സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ എന്താ പറയുക, സ്പൂണുമ്പോൾ പറ്റി പിടിക്കുക. ഇത് തന്നാലെ തന്നെ ഇങ്ങനെ ഉരുകി വരണം, അപ്പോൾ എവിടെയും പിടിക്കൂല. എന്നിട്ട് കുറച്ച് നല്ല പോലെ ഉരുകിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ കുറച്ച് ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല പോലെ ഉരുകിയിട്ടുണ്ട്. ഇതുപോലെ ഇതൊരു നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകണം, ഇതുപോലെ ആകണം കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യാതെ വെള്ളം ഒഴിക്കരുത്, ഭയങ്കര അപകടമാണ്. ഇപ്പോൾ അത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചത്. അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് ഒഴിക്കണേ, കുറേശ്ശായിട്ട് ഒഴിക്കുക. അങ്ങനെ ഒരു 350 ml വെള്ളം ഞാൻ ഒഴിച്ചു. വീണ്ടും സ്റ്റൗ കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി നല്ലോണം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബീറ്റ്റൂട്ട് ഇതിൽ കിടന്നൊന്ന് വേവണം. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, പച്ച ടേസ്റ്റും മാറും. പിന്നെ ഇത് വെള്ളം കുറച്ച് അളവ് കുറഞ്ഞ് കിട്ടണം നമുക്ക്. ഇപ്പോൾ ഇത് ഏകദേശമായി, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിതാ പൊടിച്ചെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ കേക്ക് ടിന്നെല്ലാം റെഡിയാക്കി വെക്കണേ. ഓയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് 2 മുട്ടയും കൂടി അതിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് പോലെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും എല്ലാം കൂടെ നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കുക. ഓയിൽ ഒഴിച്ചാൽ പിന്നെ അധികം അടിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട്, അതിലാണ് ഒഴിക്കേണ്ടത്, ചൂടോടുകൂടി ഒഴിക്കരുത്. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ പിന്നെ പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഒരു 3 പ്രാവശ്യം തരിച്ചെടുക്കണം. എന്തിനാ അറിയാം 3 പ്രാവശ്യം തരിക്കുന്ന, എല്ലായിടത്തും നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്, നിർബന്ധമായും ചെയ്യണം. പിന്നെ ഈ തരിച്ചെന്ന് കുറച്ച് പൊടിയെടുത്ത് നമ്മളൊരു ബൗളിൽ മാറ്റി വെക്കുക. ബാക്കി നമ്മളെ മറ്റേ മിക്സ് ഉണ്ടല്ലോ, മുട്ടയും ബീറ്റ്റൂട്ടിൻ്റെ എല്ലാം, അപ്പം അതിലിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഞാനൊരു വിസ്ക് വെച്ച ഇളക്കുന്നത് കേട്ടോ, എന്നാൽ ഒരുപാട് കുത്തിക്കലങ്ങൂല. എന്നിട്ട് നമ്മൾ ഈ പൊടി ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിച്ചിടരുത്, നിങ്ങൾ എന്തായാലും 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിതാ ഒരു സ്പാച്ചുല, ഒരു ചട്ടകം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതാ സൈഡിലെല്ലാം വടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് കണ്ടോ. ഓക്കെ, അതുപോലെ ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ പൊടിയില്ലേ, അതിലേക്ക് കുറച്ച് നട്ട്സ് ഇടുക. ഞാനിപ്പം ബദാമും ബദാമും കാഷ്യൂനട്ടാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. ജസ്റ്റ് ഇതെല്ലാം എല്ലായിടത്തും എത്തിയാൽ മതി. എന്തിനാണ് ഇങ്ങനെ പൊടിയിലിടുന്നത്, അപ്പോൾ ഈ ഇട്ട നട്ട്സ് എല്ലാം എല്ലായിടത്തും ഈവൻലി സ്പ്രെഡ് ആകും, എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവും, അടിയിലങ്ങ് പോയി കിടക്കില്ല. ഉണ്ടോ ഇപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ തിക്നെസ് വേണം. അപ്പോൾ അതാ നട്ട്സൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ, കണ്ടല്ലോ. അല്ലെങ്കിൽ എന്താ അറിയോ, ഇട്ടാൽ ചിലപ്പോൾ അടിയിൽ ഒരു സ്ഥലത്ത് പോയി കിടക്കുക. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിന്ന്, നിങ്ങൾ കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടറോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വെച്ച് റെഡിയാക്കുക. അപ്പം നമ്മളിതാ ഈ കൂട്ട് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. എല്ലാം പാത്രം എല്ലാം വടിച്ച് എല്ലാം ഇതിലങ്ങ് ഒഴിക്കണം.
ഇപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2-3 തട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. എന്തിനാണെന്നറിയോ, ഇതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടാവും അടിയിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് റിലീസാവാൻ. അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ ഇളക്കിയാലും മതി. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്, കുറച്ച് നട്ട്സ് എല്ലാം വെച്ചിട്ട്. ഇത് അണ്ടിപ്പരിപ്പ്, നമ്മളിപ്പോൾ ഇതാ കഷ്ണങ്ങൾ അണ്ടിപ്പരിപ്പെല്ലാം വെക്കുമ്പേ നമ്മൾ അപ്പോഴേ ഭാവനെ കാണണം. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മുറിക്കാന്ന്, അപ്പോൾ അതിനനുസരിച്ച് വെക്കണം. ഇപ്പോൾ ഇതാ ഓവൻ സെറ്റപ്പ്, ഇത് ഞാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത് അടിയിൽ ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്, അതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കൈയൊന്നും പൊള്ളിക്കരുതേ. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് എയർ ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതാ ഒരു വെയിറ്റും വെച്ച്, ഞാനൊരു ചെറിയ ഉരക്കല്ല വെച്ചത്. എന്നിട്ട് നമ്മളിത് ഒരു 1.25 മണിക്കൂർ വേണം ഇത് ബേക്ക് ചെയ്യാൻ. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അത് അപ്പോഴത്തേക്ക് ഇതാ കുട്ടികൾ വന്നു കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷന് ഇതാ കുട്ടികൾ വന്നാൽ, നാട്ടിൻപുറത്തെ കുട്ടികളാണ്, അവർക്കൊരു സന്തോഷമാണ് ഇങ്ങനെ വന്നൊക്കെ ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അതാ എൻജോയ് ചെയ്യുക കുട്ടികൾ. നമുക്ക് അവരെ കൂടെ എൻജോയ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മളെ കേക്കെല്ലാം ബേക്കായിട്ടുണ്ടാവും. ഇപ്പോൾ 1.25 മണിക്കൂറായി കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ 1 മണിക്കൂറായപ്പോൾ ഒന്ന് ഇടയിൽ വന്ന് നോക്കിയിരുന്നേ, അപ്പോൾ റെഡി ആയിട്ടില്ല. പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ നോക്ക്, നല്ല കളറെല്ലാം ഉണ്ട്, എന്ത് നല്ല കളറല്ലേ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ഞാനൊരു പപ്പടക്കോല് വെച്ചാണ് കുത്തി നോക്കുന്നത്. നോക്കട്ടെ ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതിൽ പറ്റി പിടിക്കുക കേട്ടോ. ഇത് കേക്ക് ബേക്കായിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനിതാ കുത്തിയിട്ടുണ്ട്, ഇത് ക്ലിയറാണ്. ദറ്റ് മീൻസ് ഇത് റെഡി ആയിന്ന്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതെടുത്ത് കേക്ക് ടിന്നതിന്ന് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് തണിഞ്ഞിട്ട് മാത്രമേ അത് മാറ്റൂ കേട്ടോ. പുറത്തെടുത്ത് വെച്ച് ഒരു കോട്ടൺ ടവലുകൊണ്ട് മൂടിയിടണം. എന്തിനാ മൂടണം അറിയാം, ഇതിൻ്റെ വാട്ടർ വേപ്പർ മേലെ പോയിട്ട് കേക്ക് തന്നെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ പാത്രം കൊണ്ടൊക്കെ മൂടി അത് തന്നെ വീഴും, അതുകൊണ്ടാണ് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച്. ഇനി ഇതിന്ന് എടുക്കാം. പുറത്തെടുത്തു ഞാനിപ്പോൾ കേട്ടോ. വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വളരെ കറക്റ്റും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട അടിഭാഗമൊക്കെ നോക്ക് നിങ്ങൾ, വളരെ കറക്റ്റാണ്. കരിഞ്ഞു പോയിട്ടുമില്ല, വേവാണ്ട് ആയിട്ടും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇപ്പം തന്നെ അടിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സ്പോഞ്ച് കേട്ടോ, നല്ല സ്മെല്ലാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതപ്പോൾ ഇങ്ങനെയാണ് മുറിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നട്ട്സൊക്കെ ഇടുമ്പോൾ നമ്മൾ മുറിക്കണത് കൂടി ഭാവനയെ കണ്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ നട്ട്സ് എല്ലാം കൂട്ടി മുറിക്കേണ്ടി വരും. പിന്നെ അവസാനം 2 എണ്ണം ബാക്കിയുള്ള ഞാൻ 2 സൈഡിലിട്ട് അത് പോട്ടെ. ഇതാ വളരെ പെർഫെക്റ്റ്, കണ്ട എത്ര ഉള്ളെല്ലാം നല്ലോണം ബേക്കായിട്ട് നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രയും നല്ല ഇത്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ നിങ്ങളെല്ലാവരും സമ്മതത്തോടു കൂടി ചെറിയൊരു കഷ്ണം കഴിച്ച് നോക്കട്ടെ കേട്ടോ. എന്താ ടേസ്റ്റ് അറിയോ. എന്തായാലും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി വെക്കണം. വേറെ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ബീറ്റ്റൂട്ട് കേക്ക് ഇതൊന്ന് വേറെ തന്നെയാണ്. താങ്ക് യു ഫോർ